ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അക്ഷയ് സാറാണ് മക്കളെ. ബേസിക് സയൻസ് ബയോളജിയുടെ ഫാക്കൽറ്റിയാണ്. നിങ്ങൾക്ക് ബയോളജി അടിപൊളിയായി പഠിപ്പിച്ച് തരാനാണ് സാർ വന്നിട്ടുള്ളത്. സാർ ഓൾറെഡി ഒരു ചെറിയൊരു കോണ്ടന്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല പ്രതികരണമാണ്. മക്കൾ കൃത്യമായി കണ്ടന്റ് വീഡിയോ കണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമുണ്ട് സാറിന്. അപ്പൊ സാറ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടുണ്ടായത്. അപ്പൊ പ്ലാന്റ്സിലെയും ആനിമൽസിലെയും ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ നമ്മുടെ ബോഡിയിലെ വണ്ടർ ഫ്ലൂയിഡ്, അത് ബ്ലഡ് തന്നെയാണ് അല്ലെ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്ലൂയിഡ്, ബോഡി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ബ്ലഡ് തന്നെയാണ്. ആ ബ്ലഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചെന്ത് ചെയ്യുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക മക്കളെ. വളരെയധികം ശ്രദ്ധിക്കണം, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു ബുക്കും ഒരു പെന്നും ഒക്കെ എടുത്ത് കയ്യിൽ വെക്കുക. നമുക്ക് തുടങ്ങാം, ആരംഭിക്കാം. സോ നമ്മൾ ബ്ലഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ബ്ലഡിന്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്ലഡിന്റെ കളർ റെഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ബ്ലഡ് ഈസ് റെഡ് കളർ ഫ്ലൂയിഡ് വിച്ച് കണക്ട് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. ശരിയല്ലേ? ബ്ലഡ് നമ്മുടെ എല്ലാ ഭാഗത്തേക്കും, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ സെല്ലുകളിലേക്കും ബ്ലഡ് ഒഴുകിയെത്തുന്നുണ്ട്. ബ്ലഡ് വെസൽസ് എന്ന് പറയുന്ന കുഴലിലൂടെ, ബ്ലഡ് വെസൽസ് എന്ന കുഴലിലൂടെ ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്? ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോടാ? ഇറ്റ് ഈസ് പ്രസന്റ് ഓൾ ത്രൂ ഔട്ട് ദ ബോഡി. സോ ഇത് നമ്മുടെ ബോഡി പാർട്സിനെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? കണക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കും. എന്ത് വിളിക്കും മക്കളെ? ബ്ലഡിന് എന്ത് വിളിക്കാം? ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണെന്ന് പറയാം. ഇനി ബ്ലഡിന്റെ സ്റ്റേറ്റ് എന്താണ്? അത് ഏത് രൂപത്തിലാണ് ഉള്ളത്? ബ്ലഡ് ഫ്ലൂയിഡ് രൂപത്തിലാണ്. അതുകൊണ്ട് നമ്മൾ പറയും ബ്ലഡ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. മനസ്സിലാവുന്നുണ്ടോടാ? ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ഇനി ബ്ലഡ് ഞാൻ എടുത്തു. ഈ ബ്ലഡിൽ എന്തൊക്കെ കമ്പോണന്റുകൾ ഉണ്ട്? വെറുതെ പുറമെ നോക്കുമ്പോൾ ചുവപ്പ് നിറത്തിലുള്ള ഒരു ഫ്ലൂയിഡാ. എന്നാൽ ഇത് എന്തൊക്കെ കമ്പോണന്റ് ഉണ്ട് എന്ന് നമ്മൾ അറിയണം. ബ്ലഡില് 2 കമ്പോണന്റുകളാണ് ഉള്ളത്. 2 important components are present in the blood. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഒരു ലിക്വിഡ്, ഒരു ഫ്ലൂയിഡ് കമ്പോണന്റ് ഉണ്ട്. രണ്ടാമത്തത് എന്താണ്? സോളിഡ് സെല്ലുലാർ കമ്പോണന്റ്. അപ്പോ എന്താണ് സാറ് പറഞ്ഞത്? നമ്മളെ ബ്ലഡിലെ കമ്പോണന്റുകള് 2 ടൈപ്പ് ഉണ്ടല്ലേ. ഒന്ന് ഫ്ലൂയിഡ് ആണെടാ, ഫ്ലൂയിഡ് കമ്പോണന്റ്. ആ ഫ്ലൂയിഡ് കമ്പോണന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്ലാസ്മ എന്നാണ്. എന്താ വിളിക്കുക കുട്ടികളെ? പ്ലാസ്മ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് കമ്പോണന്റ് ഓഫ് ദ ബ്ലഡ്. ബ്ലഡിലെ ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് കമ്പോണന്റ് ഏതാണ് മക്കളെ? പ്ലാസ്മയാണ്. പിന്നെ എന്താണത്? സോളിഡ് കമ്പോണന്റ് അല്ലെങ്കിൽ സെല്ലുലാർ കമ്പോണന്റും പ്രസന്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കാം, ഫ്ലൂയിഡ് കമ്പോണന്റ് ഈസ് കോൾഡ് പ്ലാസ്മ. നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫ്ലൂയിഡ് കമ്പോണന്റ് എന്താണടാ? ഫ്ലൂയിഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. അത് എത്ര ശതമാനം ഉണ്ടടാ? 55% ഓഫ് ബ്ലഡ്. 55% ഓഫ് ബ്ലഡ്. അപ്പൊ നമ്മളൊരു ബ്ലഡിനെ ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് സെൻട്രിഫ്യൂഗ് ചെയ്ത് കഴിഞ്ഞാല് നമുക്കിതാ ഇവിടെ കാണാം, ഈ മുകൾ വശത്ത് കാണുന്ന ഈ 55% എന്താണ്? പ്ലാസ്മ. 55% പ്ലാസ്മയാണ്. കണക്കൊന്ന് ഓർത്തു വെക്കുക. 55% ഓഫ് ബ്ലഡ് ഈസ് പ്ലാസ്മ. അപ്പൊ ബാക്കി എത്രയുണ്ട്? 100ൽ 55 പോയാൽ ബാക്കി 45. ശരിയല്ലേ? 100ൽ 55% പോയാൽ ബാക്കി എത്ര? 45. ആ 45% സെല്ലുലാർ കമ്പോണന്റ് ആണ്. റിമൈനിങ് 45%. റെഡി അല്ലേ? അപ്പൊ സെല്ലുലാർ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ സെല്ലുകളാണ്. ബ്ലഡില് 3 ടൈപ്പ് സെല്ലുണ്ട്. എത്ര? ഒന്നൊന്നുമല്ല, 2 അല്ല, 3 എണ്ണം. 3 ഡിഫറന്റ് variety of cells are present in the blood or present in the plasma. ഏതെല്ലാമാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്. ഏതെല്ലാമാണെടാ? ഏതെല്ലാമാണ്? പറഞ്ഞേ, നിങ്ങൾ എന്റെ കൂടെ ആവർത്തിച്ച് പറയണേ. സെല്ലുലാർ കമ്പോണന്റ് ഓഫ് ബ്ലഡ് കംപ്രൈസസ് ഓഫ് RBC, which means red blood
സെൽസ്. റെഡ് ബ്ലഡ് സെൽസ് RBC. രണ്ടാമത്തത് ആരാ? രണ്ടാമത്തത് WBC. എന്തായിരിക്കും WBC? യെസ്, വൈറ്റ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. പിന്നെ ഒരാൾ കൂടിയുണ്ട്, ദാറ്റ് ഈസ് പ്ലേറ്റ്ലെറ്റ്. ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്, ഓരോന്നും നമ്മൾ പഠിക്കും. മൂന്നാമത്തെ ആള് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പൊ പഠിച്ചോ? അപ്പൊ ബ്ലഡില് 55% is fluid portion. Okay, fluid component, liquid component, that is plasma. And the remaining 45% is solid component, cellular component ആണ്. That is RBC, WBC and platelet. Remaining 45% of the blood. Clear അല്ലേ? Clear ആണെങ്കിൽ here is the question for you. നിങ്ങൾക്കുള്ള question ഇതാണ് മക്കളെ. Blood contain dash percentage of plasma and dash percentage of cellular component. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ആൻസർ. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിന്റെ ആൻസർ നമുക്കറിയാം അല്ലേ കുട്ടികളെ? നമുക്കറിയാം പ്ലാസ്മയിലെ ബ്ലഡില് 55% പ്ലാസ്മയാണ്. 55% is plasma and 45% is cellular component. So 45 is the answer, which is option B is the correct answer. Option B ആണ് കറക്റ്റ് അല്ലേ മക്കളെ? ആണല്ലേ? ഓപ്ഷൻ ഡി കൊണ്ടിട്ട് എഴുതാൻ പാടില്ല. 45ഉം 55 ആണെന്ന് അറിയാം. പെട്ടെന്ന് രണ്ട് ഓപ്ഷനിലാണ് 45ഉം 55ഉം കാണുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ആദ്യം പ്ലാസ്മയുടെ കാര്യമാണ് പറയുന്നത്, പിന്നെയാണ് സെല്ലുലാർ കമ്പോണന്റിന്റെ കാര്യം പറയുന്നത്. അപ്പൊ 55 ആദ്യം വരണം. സോ ബി is the correct answer. 55,45. So 55% of plasma and 45% of cellular component. ഓക്കെ ആണെങ്കിൽ ഓരോന്നിലേക്കും നമുക്ക് കടക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഡ് ബ്ലഡ് സെല്ലിനെ കുറിച്ചാണ്. അപ്പൊ ഇയാളുടെ മറ്റൊരു പേര് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ഇയാളുടെ മറ്റൊരു പേര് റെഡ് ബ്ലഡ് സെല്ല് അല്ലേ, ചുവപ്പ് നിറമാണ് അല്ലെ. അപ്പൊ ഇയാളുടെ മറ്റൊരു പേര് പഠിച്ചോളൂ, എറിത്രോസൈറ്റ്. ഇപ്പൊ തന്നെ പഠിക്കാം. എറിത്രോസൈറ്റ്സ് പഠിച്ചൂലേ? പഠിച്ചോ? എറിത്രോസൈറ്റ്സ് RBC റെഡ് ബ്ലഡ് സെല്ലാണ്, എറിത്രോസൈറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ആൻഡ് അതിന്റെ കളർ റെഡ് കളറാണ്. എന്ത് കളറാണ്? റെഡ്. അതിന് കാരണമുണ്ട്, വെറുതെ അല്ല. അതിന് കാരണം അതിലൊരു പിഗ്മെന്റ് ഉണ്ട്, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. RBC or erythrocytes are responsible for red color of the blood. റെഡ് കളർ കൊടുക്കാൻ കാരണം RBC ആണ്. സോ അതിന്റെ മീനിങ് എറിത്രോ എന്ന് പറഞ്ഞു അല്ലെ, എറിത്രോ. അപ്പൊ എറിത്രോ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം റെഡ് ആണ്. അപ്പൊ റെഡ് സെല്ലാണ് RBC. RBC has unique red color because of the presence of red color protein. അപ്പൊ റെഡ് കളർ പ്രോട്ടീൻ ഉണ്ട്, that is hemoglobin. Okay, hemoglobin. Okay, and this hemoglobin എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഓർത്ത് വെക്കുക, അയേൺ കണ്ടെയ്നിങ് പിഗ്മെന്റ്. ഹീമോഗ്ലോബിൻ ഈസ് അയേൺ കണ്ടെയ്നിങ് പിഗ്മെന്റ്. നമ്മൾ ഇരുമ്പ്, അയേൺ കണ്ടെയ്നിങ്, ശ്രദ്ധിച്ചിരിക്കണം, അയേൺ കണ്ടെയ്നിങ് പിഗ്മെന്റ് പ്രസന്റ് ഇൻ RBC. RBCയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന അയേൺ കണ്ടെയ്നിങ് പിഗ്മെന്റ് ആണ് ഹീമോഗ്ലോബിൻ, which is responsible for giving red color to the blood. ബ്ലഡിന് എന്ത് കളർ കൊടുക്കും മക്കളെ? റെഡ് കളർ. Apart from this, hemoglobin is responsible for carrying oxygen. So ഹീമോഗ്ലോബിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ്, ചുവപ്പ് നിറം കൊടുക്കുന്ന ഒരു ഫംഗ്ഷനാണ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? ഓക്സിജനെ ക്യാരി ചെയ്യും. ക്യാരി ഓക്സിജൻ. This is second function. Okay, try to remember, this is the second function of hemoglobin, to carry oxygen. Okay, so we have studied two function of hemoglobin. First function is that it is giving a red color to the blood. Okay, because it contains iron containing pigment. Hemoglobin, it is an iron containing pigment. Second function എന്താ? It is responsible for carrying oxygen to the cell. This is all about red blood cell. Then one more thing, നമ്മുടെ ബോഡിയിലെ ബ്ലഡിന്റെ കളർ റെഡാ because it contain hemoglobin. Okay, that is the point. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് റെഡ് കളറാ. അതിന് കാരണം നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്. But what about other animal?
there are animals with other colors of blood rather than red. റെഡ് അല്ലാതെ പല നിറത്തിലും ബ്ലഡ് ഉള്ള ജീവികളുണ്ട്. അപ്പോൾ അതിന്റെ കാരണം their blood does not contain hemoglobin. Other animals' blood does not contain hemoglobin, so that their blood looks different. Other than red, other colors appear there. For example, if we consider cockroach, cockroachന്റെ ബ്ലഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ it is colorless. Okay, it's colorless fluid. Beetle, when we consider beetle, അതിന്റെ കളർ യെല്ലോ ആണ്, യെല്ലോയിഷ് ഫ്ലൂയിഡാ, റെഡ് അല്ല. ദെൻ ലീച്ച്, നമ്മുടെ അട്ട, അതിൻ്റെ ഇത് ഗ്രീൻ ആണ്. അപ്പൊ ഈ അട്ട നമ്മളെ കടിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് അതിനകത്ത് വരുമ്പോൾ ആ ഒരു റെഡ് ആണ് കാണുന്നത്. ഈ അട്ടയെ കൊല്ലുമ്പോഴൊക്കെ കാണുന്ന റെഡ് കളറ് നമ്മളെ ബ്ലഡാ. അല്ല, ലീച്ചിന്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ, ബ്ലഡിന്റെ കളർ നോക്കിയാൽ it is green. And when we talk about spider, it is blue. So ഈ ഓരോ കളറിന്റെ കാരണം അതിൻ്റെതായ പിഗ്മെന്റാ. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ കളർ റെഡ് ആണ്, അതിന് കാരണം ഹീമോഗ്ലോബിൻ. ക്ലിയർ? നെക്സ്റ്റ് ബ്ലഡ് സെല്ല് എന്ന് പറയുന്നത് വൈറ്റ് ബ്ലഡ് സെല്ലാണ്. WBC എന്നാണ് വിളിക്കുന്നത്. WBC സ്റ്റാൻഡ്സ് ഫോർ വൈറ്റ് ബ്ലഡ് സെൽസ്. WBC നമ്മുടെ ശരീരത്തിലെ ഡിഫൻസീവ് സിസ്റ്റമാണ്. നമുക്കറിയാം, we know that we are surrounded by lots and lots of germs. Everyday life, we used to handle so many articles. We used to handle so many materials. We are touching these germs. Always we are interacting with these germs. But we are not getting sick always. We are not getting sick always. നമുക്ക് എപ്പോഴും രോഗങ്ങൾ വരുന്നില്ല because of our immunity or defense system in our body. One of the important defense system in our body is WBC, present in the blood. നമ്മുടെ ബ്ലഡിലെ WBC ആണ് മക്കളെ one of the most important defense system in our body. They help in fighting the germs that enter our body and keep us safe. നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് WBCക്ക് ഉള്ളത് കൊണ്ട് തന്നെ they are very much important in our body. WBC are found along with RBC. RBCയുടെ കൂടെ തന്നെയുണ്ട്, ഈ ബ്ലഡിലുള്ള സാധനമാണ് പറയുന്നത്. And when we talk about the number, when we relate the number of RBC and WBC, it is very clear that relative number of WBC is less than the number of RBC. RBCയേക്കാൾ എണ്ണത്തിൽ കുറവ് WBC ആണ്. അടുത്ത സെല്ല് പ്ലേറ്റ്ലെറ്റാ. പ്ലേറ്റ്ലെറ്റ് വളരെ സിമ്പിളായി പറഞ്ഞാല് നമുക്കറിയാം, ഇഞ്ചുറീസ് നമുക്ക് പറ്റാറുണ്ട്, മുറിവും കാര്യങ്ങളൊക്കെ പറ്റാറുണ്ട്, കട്ടുണ്ടാവാറുണ്ട് നമ്മുടെ സ്കിന്നിലൊക്കെ. സോ ബ്ലീഡിങ് ഉണ്ടാവും. എന്നാൽ ഈ ബ്ലീഡിങ് പ്രൊലോങ് ചെയ്ത് പോകില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ രക്തം കട്ട പിടിക്കും, ബ്ലീഡിങ് സ്റ്റോപ്പ് ആവും, പൗസ് ആവും. സോ അതിന് കാരണമായ ബ്ലഡ് സെല്ല് ഇസ് പ്ലേറ്റ്ലെറ്റ്. They are responsible for blood clotting. രക്തം കട്ട പിടിക്കുന്നതിനെയാണ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ് prevent the blood flow through wound and ensure blood flow inside the vessel. ബ്ലഡിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഒരു മുറിവ് സംഭവിച്ചാൽ, അതിലൂടെ രക്തം കൂടുതലായി നഷ്ടപ്പെട്ടാൽ അത് മരണത്തിന് വരെ കാരണമാവും. It result in death, fatal ആണ്. So to prevent that, platelet ensure blood clotting. So blood flow is restricted and blood is saved. So our life is saved. So this is very, very important. Okay, thanks a lot. So this is all regarding blood. So നമ്മൾ ബ്ലഡിന്റെ കമ്പോണന്റ് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് തന്നെ സാർ കരുതുന്നു. ബയോളജിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അവിടെ സാറുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്ത് കാണിക്കാം. നമുക്ക് 7th CBSE ഒരു ചാനലുണ്ട്, നിങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ചാനലാണ്. ഉപകാരപ്രദമായ വീഡിയോസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ എന്തായാലും
നിങ്ങളിൽ പലരും ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. തുടർന്ന് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.